Hi my dear students, warm welcome. I hope all of you fine. Then, do you remember our previous class? We are very interesting and climax mood in our previous class, is it? Do you remember about clay huts? Do you remember now how many friends in the clay hut? Yeah. Buzz was the fly, Fleet the rabbit, Fluffy, Huffy the fox, then Hopstop the frog, then Crunch Munch the mouse. How many friends? Yeah, 5 friends. Who was the first guest of the clay hut? Yeah, Buzz was the fly. Then let us watch who will come next. Listen. Holly Prowly the wolf. Holly Prowly the wolf. After a while, a wolf came strolling by and saw the hut. Oh, a little clay hut with a window. I wonder who lives here. Yo-ho, anyone inside? Here we are. Buzz was the fly, Crunch Munch the mouse, Hopstop the frog, Fleet the rabbit, and Fluffy, Huffy the fox. And who are you? Holly Prowly the wolf. Well, why don't you move in with us? So the wolf squeezed in, and the 6 made the porch their home and lived there happily. ആരാണ് പിന്നെ വന്നത്? ഹോളി പ്രൗളി ദ വോഫ്. അപ്പം ആരൊക്കെ വന്നിട്ടുണ്ട്? ബസ് വാസ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഫ്ലീറ്റ് ദ റാബിറ്റ്, ദെൻ ഫ്ലഫി ഹഫി ദ fox, then next ആരാണ് ഇപ്പം ഇനി വരുന്നത്? ഹോളി പ്രൗളി ദ വോഫ്. ആഫ്റ്റർ എ വൈൽ, ഒരുപാട് സമയത്തിന് ശേഷം അല്ലേ, എ വോഫ് കെയിം. ആരാ വന്നത്? ഒരു ചെന്നായാണ് വന്നത് അല്ലേ. വന്നിട്ട് എന്താ കണ്ടത്? ആൻഡ് സോ ദ ഹട്ട് കണ്ടു. ഓ, എ ലിറ്റിൽ ക്ലേ ഹട്ട് വിത്ത് എ വിൻഡോ. എല്ലാവരും അതന്നെ ചോദിക്കും അല്ലേ. വരുന്നവരൊക്കെ കാണുമ്പോൾ എന്താ, ഓ ലിറ്റിൽ ക്ലേ ഹട്ട്, ഒരു മൺകുടിലോ, ഒരു ചെറിയ മൺകുടിലോ, വിത്ത് എ വിൻഡോ, ഒരു ജനലോട് കൂടിയൊരു മൺകുടിലോ. ഐ വണ്ടർ, എനിക്കറിയണം. ഹൂ ലിവ്സ് ഹിയർ, ആരാണ് ഇവിടെ കഴിയുന്നതെന്ന് എനിക്കറിയണം. യോഹോ, എനിവൺ ഇൻസൈഡ്. യോഹോ, എനിവൺ ഇൻസൈഡ്, ആരെങ്കിലും ഉള്ളിലുണ്ടോ? ഹിയർ വി ആർ. ആരൊക്കെയുള്ളത്? ബസ് വാസ് ദ ഫ്ലൈ, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ആൻഡ് ഹോപ്സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ദ റാബിറ്റ്, ഹഫി ദ ഫോക്സ്, ആൻഡ് ഹു ആർ യു, നിങ്ങൾ ആരാണ്? ഹൗളി പ്രൗളി ദ വോഫ്. ആരാണ്? ഹോളി പ്രൗളി ദ വോഫ്. വെൽ, വളരെ നല്ലത്. വൈ ഡോണ്ട് യു മൂവ് ഇൻ വിത്ത് അസ്, എന്തുകൊണ്ട് നിനക്ക് ഞങ്ങളെ കൂടെ നിന്നൂടാ? സോ ദ വോഫ് സ്ക്വീസ്ഡ് ടു ദ ഹട്ട് അല്ലേ. അത് കേൾക്കേണ്ട താമസം എന്ത് ചെയ്ത്? വോഫ് ചെന്നായ അതിൻ്റെ ഉള്ളിലേക്ക് ചാടി വീണു. ദെൻ ദ 6 മേഡ് ദ പോട്ട് ദെയർ ഹോം ആൻഡ് ലിവ്ഡ് ഹാപ്പിലി. അങ്ങനെ
ഇപ്പം എത്ര ആളായി? 6 പേരായി അല്ലേ? 6 പേരും വളരെ സന്തോഷത്തോടു കൂടി ആ ഹട്ടിൽ കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് who will come next? Grumbly the bear. One day a bear came running up and saw the pot. He stopped and asked, "Yo-ho, anyone inside?" "Here we are," buzzed the fly, Crunch Munch the mouse, Hop Stop the frog, Fleet Feet the rabbit, Fluffy Huffy the fox, and Howly Prowly the wolf. "And who are you?" "I am Grumbly the bear." "You know me? If I hold you fast, you will breathe your last." "Ha ha ha," the friends inside the little clay hut laughed. "Why are you laughing? I will smash your hut," the bear said, and he sat on the pot. But the pot did not break. "I will destroy your hut." Then the bear tried to kick off the pot. Nothing happened. Only his legs tingled with pain. അപ്പോൾ ആരാണ് പിന്നെ വന്നത്? Grumbly the bear. One day a bear came running up and saw the pot. ഒരു ദിവസം ബിയർ വന്നു അല്ലേ, ഓടി വന്നു. അപ്പോൾ എന്താ കണ്ടത്? പോട്ട് കണ്ടു. ബിയർ ഭയങ്കര ശക്തിയുള്ളതാണല്ലേ. ബിയറിനെ കണ്ടാൽ തന്നെ നമുക്ക് എന്താവും? പേടിയാവും. അപ്പോൾ ഈ ചെറിയ നമ്മൾ കണ്ടത് മൗസ് ദെൻ ഫ്ലൈ ദെൻ ഫ്രോഗ്, ഇവർക്കൊക്കെ എന്തായിരിക്കും? നമ്മുടെ റാബിറ്റ്. ബിയറിനെ പേടിയാണ് അല്ലേ. എന്നിട്ട് എന്താ ചെയ്ത് നോക്കൂ. അപ്പോൾ ആ അഹങ്കാരം ആർക്കുണ്ട്? നമ്മുടെ ബിയറിനുണ്ട്. ഹി സ്റ്റോപ്പ് ആൻഡ് ആസ്ക്, എന്നിട്ട് അവൻ സ്റ്റോപ്പ് ചെയ്തിട്ട് അവൻ ചോദിച്ചു, "യോഹോ, എനിവൺ ഇൻസൈഡ്?" എല്ലാവരും അതിൻ്റെ ഉള്ളിൽ ആരാ ഉള്ളതെന്ന് ആഗ്രഹിക്കുക ചെയ്തല്ലേ. അതിൻ്റെ ഉള്ളിൽ കയറാനാണ് അവർ നോക്കിയത്. ഇത് വളരെ സ്ട്രോങ്ങിലാണ് ചോദിക്കുന്നത്. "യോഹോ, എനിവൺ ഇൻസൈഡ്?" അപ്പോൾ അവരെന്താ പറഞ്ഞേ? "ഞങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഞാനുണ്ട്. ബസ് ദ ഫ്ലൈ ഉണ്ട്, ക്രഞ്ച് മഞ്ച് ദ മൗസ്, ഹോപ്പ് സ്റ്റോപ്പ് ദ ഫ്രോഗ്, ഫ്ലീറ്റ് ഫീറ്റ് ദ റാബിറ്റ്, ഫ്ലഫി ഹഫി ദ ഫോക്സ്, ആൻഡ് ഹൗളി പ്രൗളി ദ വോഫ്, ആൻഡ് ഹു ആർ യു?" നിങ്ങൾ പിന്നെ ആരാ? "I am Grumbly the bear." ഞാനാണ് Grumbly the bear. "You know me?" നിങ്ങൾ എന്നെ അറിയോ? നിങ്ങൾ എന്നെ അറിയില്ലേ? ചോദിക്കാണ്, പുറത്തുനിന്ന് ചോദിക്കാൻ. ഞാൻ ഉള്ളിലേക്ക് കയറട്ടെ എന്നൊന്നുമല്ല ചോദിക്കണേ. നിങ്ങൾ എന്നെ അറിയില്ലേ? "If I hold you fast, you will breathe your last." ഞാൻ നിങ്ങളെ ധൃതിയിട്ട് പിടിക്കുകയാണെങ്കിൽ എന്തുണ്ടാവുക? നിങ്ങളെ അവസാനത്തെ ശ്വാസമായിരിക്കും. ഞാൻ നിങ്ങളെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, കഴുത്തിന് ഞാൻ പിടിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും? അത് നിങ്ങളെ അവസാനത്തെ ശ്വാസമായിരിക്കും. പൊള്ളുന്ന എന്താ ചെയ്യണം നോക്കൂ. പേടിച്ചിരിക്കണോ? അല്ല. ഹ ഹ ഹ, ദ ഫ്രണ്ട്സ് ഇൻസൈഡ് ദ ലിറ്റിൽ ക്ലേ ഹട്ട് ലോഫ്ഡ്. ഇത് കേട്ട് ഉള്ളിലുള്ള ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടെ എന്താ ചെയ്തത്? ഉറക്കെ ചിരിച്ചു. "വൈ ആർ യു ലോഫിങ്?" പുറത്തുനിന്ന് ചോദിക്കണം, എന്താ നിങ്ങൾ ചിരിക്കുന്നത്? എന്തിനാ നിങ്ങൾ ചിരിക്കുന്നത്? "ഐ വിൽ സ്മാഷ് യുവർ ഹട്ട്." ഞാൻ നിങ്ങളെ ഹട്ട് എന്ത് ചെയ്യും? തട്ടി പൊളിച്ചിടും. The bear said, and he sat on the pot. എന്നിട്ട് എന്താ ചെയ്ത്? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ പോട്ടിൻ്റെ മേലെ അങ്ങോട്ട് ഇരുന്നു. But the pot did not break. പക്ഷേ പോട്ട് എന്തായില്ല? പോട്ട് പൊട്ടിയില്ല. എന്തുകൊണ്ടാ? മണ്ണിൻ്റെ കലല്ലേ, പൊട്ടില്ലേ. പക്ഷെ എന്തുകൊണ്ടാണ്? എല്ലാവരും കൂടി അതിൻ്റെ ഉള്ളിലുണ്ടായിട്ടും ആ പോട്ട് പൊട്ടിയില്ല. "I will destroy your hut." ഞാൻ നിങ്ങളുടെ ഹട്ട് നശിപ്പിക്കും. ദേഷ്യത്തോടെയാണ് പറഞ്ഞത്. Then the bear tried to kick off the pot. Nothing happened. ഒന്നും സംഭവിച്ചില്ല. അതിൻ്റെ മേലെ ചവിട്ടി കിക്ക് ചെയ്തു. എന്നിട്ട് എന്ത് സംഭവിച്ചില്ല? ഒന്നും സംഭവിച്ചില്ല. Only his legs tingled with pain. അങ്ങനെ ആ ഹട്ട് നശിക്കാതെ പൊട്ടിക്കാതെ ഒന്നും സംഭവിച്ചില്ല ഹട്ടിന്.
എന്നിട്ട് എന്താ ചെയ്തത്? പിന്നെ എന്താ സംഭവിച്ചത്? നമ്മൾ ബിയറിൻ്റെ കാല് വേദന കൊണ്ട് പുളഞ്ഞു. ഇനി എന്തായിരിക്കും സംഭവിക്കുക? The bear will destroy the hut. ബിയർ ഹട്ട് പൊട്ടിക്കുമോ? അവനതിന് കഴിയുമോ? Let us watch our next class. Okay. Today's new words: strolling. 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 ചുറ്റി നടക്കുക. Strolling. ചുറ്റി നടക്കുക. Squeeze. ഞെങ്ങി ഞെരുങ്ങുക. Squeeze. ഞെങ്ങി ഞെരുങ്ങുക. SQUEEZ. Squeeze. ഞെങ്ങി ഞെരുങ്ങുക. Breathe. ശ്വാസം. Breathe. ശ്വാസം. Smash. അടിച്ചു തകർക്കുക. Smash. അടിച്ചു തകർക്കുക. Destroy. നശിപ്പിക്കുക. Destroy. നശിപ്പിക്കുക. Tingled. തരിക്കുക അല്ലെങ്കിൽ പുളയുക. വേദന കൊണ്ട് പുളയുന്നതിനാണ് ടിങ്കിൾ എന്ന് പറയാം.